ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് നമ്മൾ 300 മുതൽ 400 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കി പോകുന്നത്. അപ്പം ഇതുവരെ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. 301ാമത്തെ ക്വസ്റ്റ്യൻ, രൂപിമങ്ങൾ എന്നാൽ എന്താണെന്നാണ്. അർത്ഥവത്തായ ഭാഷാശകലത്തെയാണ് രൂപിമങ്ങൾ എന്ന് പറയുന്നത്. രൂപിമകൾ എന്ന് പറഞ്ഞാൽ അർത്ഥവത്തായ ഭാഷാശകലം. താഴെ പറയുന്നവരിൽ സാമൂഹ്യ ജ്ഞാനനിർമ്മാതാവായിട്ട് അറിയപ്പെടുന്നത്. ഇപ്പോൾ പിയാഷെ, ബ്രൂണർ, സ്കിന്നർ, ലെവിനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മാതാവ് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ബ്രൂണറാണ്. ഇനി 303, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടത്തിൽ പെടാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ വന്നിട്ടുള്ളത് ബിംബന ഘട്ടമാണ്. ഇത് പിയാഷെയുടെ ഘട്ടമല്ല അല്ലേ. പിയാഷെയുടെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഇന്ദ്രിയ ചാലഘട്ടം, പ്രാഗ് മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, രൂപാത്മക മനോവ്യാപാര ഘട്ടം. ഇതൊക്കെയാണ് പിയാഷെയുടേത്. എന്നാൽ ബ്രൂണറുടേത് ഏതൊക്കെയാണ്? ഏതാണ്? പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം അല്ലേ. ഇനി 304ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ മനസ്സിനെ നിയന്ത്രിക്കുന്ന പോലീസ് ശക്തിയാണ് ഈഗോ എന്ന് പറയുന്നത് അല്ലേ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, പരീക്ഷയിൽ തോറ്റ കുട്ടി തൻ്റെ കഴിവ് കലാപ്രവർത്തനങ്ങളിലൂടെ നേടിയെടുക്കുന്നതാണ് അനുപൂരണം. അടുത്ത ക്വസ്റ്റ്യൻ, പൂർവ്വകാല അനുഭവങ്ങളെ, ഇത് കുറേ തവണ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പൂർവ്വകാല അനുഭവങ്ങളെ പ്രയോഗിക്കാനാണ് കഴിവ്, ബുദ്ധി എന്ന് പറഞ്ഞിട്ടുള്ളത്. പൂർവ്വകാല അനുഭവങ്ങളെ ലക്ഷ്യപൂർവ്വം പ്രയോഗിക്കാനുള്ള കഴിവാണ് ബുദ്ധി എന്ന് പറഞ്ഞിട്ടുള്ളത് തോണ്ടേക്കാണ്. 307ാമത്തെ ക്വസ്റ്റ്യൻ, ക്രിയാഗവേഷണം എന്ന പ്രയോഗം ആദ്യം ഉപയോഗിച്ചത് ആരാണെന്നാണ്. അത് കർട്ട് ലെവിനാണ് ക്രിയാഗവേഷണം എന്ന പ്രയോഗം ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. 308, ക്ലാസ് റൂം ബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിയുടെ പ്രവർത്തനം വിലയിരുത്തുന്ന ബോധനഘട്ടമാണ് പ്രവർത്തനഘട്ടമാണ് ക്ലാസ് റൂം ബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിയുടെ പ്രവർത്തനം വിലയിരുത്തുന്ന ബോധനഘട്ടം. 309, ബോധനത്തിൻ്റെ സാമാന്യ രീതിയിൽ പെടുന്നത്. അപ്പോൾ അറിയുന്നവയിൽ നിന്നും അറിയാത്തതിലേക്ക്, ലളിതമായതിൽ നിന്നും സങ്കീർണമായതിലേക്ക്, മൂർത്തമായതിൽ നിന്നും അമൂർത്തമായതിലേക്ക്, ഇവയെല്ലാം ബോധനത്തിൻ്റെ സാമാന്യ രീതിയിൽ പെടുന്നവയാണ്. ഇനി 310ാമത്തെ ക്വസ്റ്റ്യൻ, പ്രധാന ബോധന സഹായിയാണ് ഏതാണ്? ചാർട്ടുകൾ, ഗ്രാഫുകൾ, ഭൂപടങ്ങൾ, ഇവയെല്ലാം ബോധന സഹായികൾ തന്നെയാണ്. 311, 12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണെന്നാണ്. 12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ശുപാർശ ചെയ്തിട്ടുള്ള കമ്മീഷനാണ് ചോദിച്ചിട്ടുള്ളത്. അത് സി ആണ്, രാധാകൃഷ്ണൻ കമ്മീഷനാണ്. കമ്മീഷൻ 12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം കമ്മീഷൻ ചെയ്തിട്ടുള്ളത് ഏതാണ്? അത് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. 312, അക്കാദമി എന്ന പേരിൽ വിദ്യാലയം ആരംഭിച്ചത് പ്ലേറ്റോ ആണ്. 313, കുട്ടികളുടെ ഉപദേശകൻ മാത്രമായി അധ്യാപകനെ കാണുന്ന ദർശന സമീപനമാണ് യാഥാർത്ഥ്യവാദത്തിലാണ് കുട്ടികളുടെ ഉപദേശകൻ മാത്രമായിട്ട് അധ്യാപകനെ കാണുന്ന ദർശന സമീപനം. 314, പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? അത് വില്യം വൂണ്ടാണ് അല്ലേ. ഇനി ചിന്തകൾ, വികാരങ്ങൾ, ഉത്കണ്ഠകൾ, ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ എന്നിവ വിശകലനം ചെയ്യുന്ന പഠന രീതിയാണ് ആത്മപരിശോധനാ രീതി. ഇനി 316, കുട്ടികൾ ശാഠ്യവും പിടിവാശിയും പ്രകടിപ്പിക്കുന്ന വികസന കാലമാണ് ആദ്യകാല ബാല്യം എന്ന് പറയുന്നത്. ആദ്യകാല ബാല്യത്തിലാണ് കുട്ടികൾ ശാഠ്യവും പിടിവാശിയും പ്രകടിപ്പിക്കുന്ന വികസന കാലം. 317, പിയാഷെയുടെ സന്മാർഗിക വികാസഘട്ടത്തിൽ നിയമവ്യവസ്ഥയില്ലാത്തതും വേദനയും ആനന്ദവും കുട്ടികളുടെ വ്യവഹാരത്തെ നിയന്ത്രിക്കുന്നതുമായിട്ടുള്ള സന്മാർഗിക രഹിത ഘട്ടം ഏതാണെന്നാണ്. അത് അനോമിയാണ് അല്ലേ. അനോമി, ഹെറ്ററോണമി, അതോറിറ്റി, ഹെറ്ററോണമി, റെസിപ്രോസിറ്റി, ആറ്റോണമി, അഡോളസൻസ്, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 318, ഒരു പദം ഉച്ചരിക്കുന്നതിന് മുമ്പ് കുട്ടി ചില അക്ഷരങ്ങൾ ആവർത്തിക്കുന്ന ഭാഷണ വൈകല്യമാണ് വിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പദം ഉച്ചരിക്കുന്നതിന് മുമ്പ് കുട്ടി എന്ത് ചെയ്യുന്നു? ചില പദങ്ങൾ ആവർത്തിക്കുന്നു അല്ലേ. ചില അക്ഷരങ്ങൾ പിന്നെയും ആവർത്തിച്ച് പറയുന്നതിനെയാണ് വിക്ക് എന്ന് പറയുന്നത്. പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പെടുന്നത് ഏതൊക്കെയാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യന്. അത് പരിപക്വനം, അഭിലാഷതലം, ശ്രദ്ധ, ഇവയെല്ലാം പെടുന്നുണ്ട് അല്ലേ. ഇനി 320ാമത്തെ ക്വസ്റ്റ്യൻ, പ്രവർത്തന അനുബന്ധന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്നാണ്. പ്രവർത്തന അനുബന്ധനം എന്ന് പറഞ്ഞാൽ അത് സ്കിന്നറാണ് അല്ലേ. ഇനി 321, കൂടുതൽ ബുദ്ധിമാനായ ഒരു വ്യക്തി തന്നേക്കാൾ താഴ്ന്ന ബൗദ്ധിക നിലയിലുള്ള ഒരാൾക്ക് നൽകുന്ന പിന്തുണയെ അറിയപ്പെടുന്നത് സ്കഫോൾഡിങ്. അത് വൈഗോട്സ്കിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്, സ്കഫോൾഡിങ് അല്ലേ. ഇനി ഗ്രേഡിംഗ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? കുട്ടികളെ അവരവരുടെ കഴിവിനനുസരിച്ച് പ്രത്യേകം ഗ്രൂപ്പുകളായി തരംതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രേഡിംഗ് ഉപയോഗിക്കുന്നത്. ഗ്രേഡിംഗ് എന്തിനാണ്? കുട്ടികളെ അവരവരുടെ കഴിവിനനുസരിച്ചിട്ട് പ്രത്യേകം ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കാൻ. 323,
ഇപ്പോൾ 323-ാമത്തെ ക്വസ്റ്റ്യൻ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മനു പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ പിന്നോക്കമാണ്. പഠനത്തിലുള്ള കുട്ടിയുടെ പുരോഗതിയും പരിമിതമാണ്. ടീച്ചർക്ക് മനുവിനെ പരിഗണിക്കാനാവുന്നത് നേരിയ ബുദ്ധിപരിമിതിയുള്ള കുട്ടിയായിട്ടാണ്. 324 മൂല്യനിർണ്ണയോപാധികളുടെ സത്യസന്ധത അറിയപ്പെടുന്നത് സാധുതയാണ്. മൂല്യനിർണ്ണയോപാധികളുടെ സത്യസന്ധത അറിയപ്പെടുന്നത് സാധുതയാണ്. 325 വിലയിരുത്തലിനെ കുറിച്ചുള്ള പുതിയ സമീപനത്തിന് അനുയോജ്യമായ പ്രസ്താവന ഏതാണെന്നാണ്. അത് വിലയിരുത്തലിനെ ബോധന പ്രക്രിയയുമായി ഉദ്ഗ്രഥിക്കുക. വിലയിരുത്തലിനെ എന്ത് ചെയ്യുക? ബോധന പ്രക്രിയയുമായി ഉദ്ഗ്രഥിക്കുക എന്നതാണ് വിലയിരുത്തലിനെ കുറിച്ചുള്ള പുതിയ സമീപനത്തിന് അനുയോജ്യമായ പ്രസ്താവന. 326 ഒരു അധ്യാപകൻ ക്ലാസ്സിൽ എപ്പോഴും ആൺകുട്ടികളുടെ പ്രതികരണങ്ങളെ പ്രശംസിക്കുകയും പെൺകുട്ടികളുടെ പ്രതികരണങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ജെൻഡർ ബയാസ് ആണ്. ഒരു അധ്യാപകൻ ആൺകുട്ടികളുടെ പ്രതികരണങ്ങളെ പ്രശംസിക്കുകയും പെൺകുട്ടികളുടെ പ്രതികരണങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നത്. 327 ഭാഷയുടെ വികസനത്തിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ ഭാഷ സ്വായത്തമാക്കുന്നതിനുള്ള ഉപകരണം LAD ഉണ്ടെന്ന് വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്നാണ്. അത് ചോംസ്കി. അടുത്ത ക്വസ്റ്റ്യൻ. സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? സൂപ്പർ ഈഗോ സന്മാർഗിക തത്വം അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. 329 വ്യക്തിമാപനത്തിന് വേണ്ടിയുള്ള വസ്തുനിഷ്ഠ രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള താഴെ പറയുന്നവയിൽ ഏതാണ്? സെൽഫ് റേറ്റിംഗ് ആണ് കേട്ടോ. വ്യക്തിമാപനത്തിന് വേണ്ടിയുള്ള വസ്തുനിഷ്ഠ രീതിയിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ്. അത് സെൽഫ് റേറ്റിംഗ് ആണ്. 330 തനിക്ക് എന്തെങ്കിലും ദോഷം ചെയ്തവരോട് പ്രതികരിക്കുന്നതാണ് ആക്രമണം എന്താണ്? തനിക്ക് എന്തെങ്കിലും ദോഷം ചെയ്തവരോട് പ്രതികരിക്കുന്നത്. 331 ത്രിമുഖ സിദ്ധാന്തത്തിലെ ഘടകങ്ങളിലൊന്നായിട്ടുള്ള മാനസിക പ്രക്രിയയിലെ ഉപവിഭാഗങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ്. പരിണിത രൂപങ്ങളാണ്. അപ്പം ത്രിമുഖ സിദ്ധാന്തത്തിലെ ഘടകങ്ങളിൽ ഒന്നായിട്ടുള്ള മാനസിക പ്രക്രിയയിൽ വരുന്നതാണ് വൈജ്ഞാനികം, ഓർമ്മ, വിവ്രജന ചിന്തയൊക്കെ. എന്നാൽ പരിണത രൂപങ്ങളിൽ അത് വരുന്നതല്ല, ഉള്ളടക്കത്തിലാണ് വരുന്നതെന്ന് തോന്നുന്നു. 332 സ്പിയർമാൻ്റെ ദ്വിഘടക സിദ്ധാന്തത്തിലെ G ഘടകത്തിലെ സവിശേഷതയിൽ പെടാത്തത് ഏത് എന്നാണ്. അത് G ഘടകത്തിൻ്റെ അളവിൽ വ്യക്തിവ്യത്യാസം ഉണ്ടായിരിക്കും. 333 IQവുമായി താരതമ്യം ചെയ്യുമ്പോൾ EQ വിജയത്തെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനമെന്നത് അഭിപ്രായപ്പെട്ടത് ഡാനിയൽ ഗോൾമാൻ ആണ്. 334 ദൃശ്യപരവും സ്ഥലപരവുമായിട്ടുള്ള കഴിവുകളെ മാപനം ചെയ്യുന്നതിനുള്ള ശോധകമാണ് മിനിസോട്ട മാനുവൽ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ്. 335 വൈജ്ഞാനിക മണ്ഡല പ്രവർത്തന വളരെ മന്ദഗതിയിലും പ്രശ്നപരിഹരണ രീതിയിൽ വളരെ പിന്നിലും ക്രിയാത്മക പ്രവൃത്തിയിൽ വളരെ പിന്നിലുമായിരിക്കുന്നവരാണ് മന്ദപഠിതാക്കൾ എന്ന് പറയുന്നത്. ഒരു വ്യക്തി പ്രശ്നങ്ങൾ സ്വയം കണ്ടെത്തുകയും അവയ്ക്ക് പരിഹാരങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നതാണ് സർഗാത്മക ചിന്തനം. അടുത്ത ക്വസ്റ്റ്യൻ. കഥാകഥന രീതി ആദ്യമായി നിർദ്ദേശിച്ചത് പ്ലേറ്റോ ആണ്. പഠിതാക്കളുടെ ചിന്തയെ ഉദ്ദീപിപ്പിച്ച് അവതരിപ്പിക്കപ്പെട്ട പ്രമേയത്തിൻ്റെ അർത്ഥം ബുദ്ധിപൂർവ്വം മനസ്സിലാക്കാൻ അവരെ സഹായിക്കുന്ന ബോധന തന്ത്രമാണ് വിശദ അവതരണമാണ് പഠിതാക്കളുടെ ചിന്തയെ ഉദ്ദീപിപ്പിച്ച് അവതരിപ്പിക്കപ്പെട്ട പ്രമേയത്തിൻ്റെ അർത്ഥം ബുദ്ധിപൂർവ്വം മനസ്സിലാക്കാൻ അവരെ സഹായിക്കുന്ന ബോധന തന്ത്രം. ഇനി 339 ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്ബോൺ ആണ്. 340 ബോധനത്തിൻ്റെ സാമാന്യ രീതിയിൽ പെടുന്നത് ഏത്? ഉദ്ഗ്രഥനത്തിൽ നിന്നും അപഗ്രഥനത്തിലേക്കാണ് ബോധനത്തിൻ്റെ സാമാന്യ രീതിയിൽ പെടുന്നത്. അർച്ചന 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അവൾ വീട്ടിൽ വളരെ കുറച്ചു മാത്രമേ സംസാരിക്കുകയുള്ളൂ. എന്നാൽ സ്കൂളിലെത്തിയാൽ അവൾ വാചാലയാകും. ഇത് കാണിക്കുന്നത് അവളുടെ ചിന്തകൾക്ക് അംഗീകാരം ലഭിക്കുന്നത് സ്കൂളിലാണ്. 342 ബ്രെയിൻ സ്റ്റോമിംഗ് സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ്. വിദ്യാർത്ഥിയുടെ വ്യക്തിഗത പ്രകടനം വിലയിരുത്തപ്പെടുന്നു. അത് തെറ്റായ പ്രസ്താവനയാണ്. ശരിയായിട്ടുള്ളത് നോക്കാം. ഇത് ഒരു പ്രശ്നാധിഷ്ഠിത രീതിയാണ്. ഒരു പ്രശ്നം സംബന്ധിച്ച എല്ലാ തരം പ്രശ്നങ്ങളും സ്വാഗതം ചെയ്യപ്പെടുന്നു. വിദ്യാർത്ഥികളുടെ ഭാവനാ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. ഇനി 343 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടിയുടെ സ്വയം ബഹുമാനത്തെ ഏറ്റവും കുറവ് സ്വാധീനിക്കുന്നത് ഏത് എന്നാണ്.
അത് സോഷ്യൽ മീഡിയയിലെ ഇടപെടലാണ്. 344 വിജയിയായ ഒരു അധ്യാപകൻ എല്ലായ്പ്പോഴും ശ്രമിക്കുന്നത് കുട്ടികളെ നിലവാരത്തിനനുസരിച്ച് പഠിപ്പിക്കുക എന്നതാണ്. കുട്ടികളെ നിലവാരത്തിനനുസരിച്ചിട്ട് പഠിപ്പിക്കുക. 345 കുട്ടികളുടെ വളർച്ചയും വികാസവുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകതകൾ ചുവടെ കൊടുക്കുന്നു. അതിൽ ശാരീരിക വളർച്ച ക്രമീകൃതമാകുന്നു, കാരണങ്ങൾ കണ്ടെത്താനുള്ള കരുത്ത് ആർജിക്കുന്നു, വികാരങ്ങൾ നിയന്ത്രിക്കാൻ പഠിക്കുന്നു. ഇവ കുട്ടികളുടെ വളർച്ചയും വികാസവുമായി ബന്ധപ്പെട്ട ഏത് ഘട്ടത്തിൻ്റെ പ്രത്യേകതകളാണ്? അന്ത്യബാല്യത്തിൻ്റെ പ്രത്യേകതകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ 346. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അലോക് പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ പിന്നോക്കമാണ്. പഠനത്തിലുള്ള കുട്ടിയുടെ പുരോഗതിയും പരിമിതിയുമാണ് ടീച്ചർക്ക് അലോകിനെ പരിഗണിക്കാനുള്ളത്. നേരിയ ബുദ്ധിപരിമിതിയുള്ള കുട്ടിയായിട്ടാണ്. 347 പിയാഷയുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തം അനുസരിച്ച് തൻ്റെ സഹോദരങ്ങളുമായുള്ള പരസ്പര ബന്ധങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത കുട്ടി ഉൾപ്പെടുന്ന ഘട്ടം പ്രാക് മനോവ്യാപാര ഘട്ടത്തിലാണ്. 348 ഒരു നല്ല പഠനാനുഭവത്തിൻ്റെ ലക്ഷണം അല്ലാത്തത് ഏത് എന്നാണ്. അത് മാർഗനിർദ്ദേശവും മേൽനോട്ടവുമാണ്. ഒരു നല്ല പഠനാനുഭവത്തിൻ്റെ ലക്ഷണമല്ലാത്തത് മാർഗനിർദ്ദേശവും മേൽനോട്ടവുമാണ്. 349 ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ മാനസിക പ്രവർത്തനങ്ങളെ മുഖ്യമായും നിയന്ത്രിക്കുന്നത് അബോധതലമാണ്. 350 വ്യവഹാരവാദത്തെ പഠിക്കാൻ പ്രയോഗിക്കുന്ന രീതികളിൽ വെച്ച് ഏറ്റവും അധികം ശാസ്ത്രീയവും വസ്തുനിഷ്ഠവുമായത് പരീക്ഷണ രീതി. 351 കുട്ടിയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൻ്റെ ക്രമാനുഗതമായിട്ടുള്ള രേഖയാണ് സഞ്ചിതരേഖ. കുട്ടിയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൻ്റെ ക്രമാനുഗതമായിട്ടുള്ള രേഖയാണ് സഞ്ചിതരേഖ. 352 ശിശുക്കളുടെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ നടത്തുന്ന അഭിമുഖമാണ് നിദാന നിർണയ അഭിമുഖം. 353 പൊരുത്തപ്പെടലിൻ്റെ കാലമെന്ന് മനഃശാസ്ത്രജ്ഞർ വിളിക്കുന്ന ഘട്ടമാണ് പിൽക്കാല ബാല്യം. കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ കമ്മീഷനാണ് സാട്ട്ലർ കമ്മീഷൻ. ദേശീയ വയോജന വിദ്യാഭ്യാസ പരിപാടി ആരംഭിച്ചത് 1978 6-നും 14-നും ഇടയിലുള്ള പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം രക്ഷിതാക്കളുടെ ചുമതലയിലാക്കിയ അനുച്ഛേദമാണ് അനുച്ഛേദം 51A കെ ആണ്. അനുച്ഛേദം 51A കെ ആണ് 6-നും 14-നും ഇടയിലുള്ള പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം രക്ഷിതാക്കളുടെ ചുമതലയിലാക്കിയ അനുച്ഛേദം. കിൻഡർ ഗാർട്ടൻ ആരുടെ സംഭാവനയാണ്? ഫ്രോബറിൻ്റെ സംഭാവനയാണ്. പഠനം എന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള അനുബന്ധനമാണെന്ന് വാദിക്കുന്ന സിദ്ധാന്തമാണ് വ്യവഹാരവാദം. പിയാഷയുടെ ഏത് സന്മാർഗിക വികസന ഘട്ടത്തിലാണ് തനിക്ക് വേദനയുണ്ടാക്കുന്നതെന്നും മറ്റുള്ളവരോട് ആവർത്തിക്കരുതെന്ന് കുട്ടി ചിന്തിക്കുന്നത് ഹെറ്ററോണമി റെസിപ്രോസിറ്റിയാണ്. ശിശുവികാസങ്ങളുടെ സവിശേഷതയിൽ പെട്ടതേത്? ക്ഷണികത, ചഞ്ചലത, ആവൃത്തി ഇവയെല്ലാം പെടുന്നതാണ്. എറിക് എറിക്സന്റെ മനോസാമൂഹിക സിദ്ധാന്തത്തിലെ അവസാന ഘട്ടം താഴെ കൊടുത്തിരിക്കുന്നു. ഇവയിൽ ഏതാണെന്നാണ്? അഹം, ആർജവം, നൈരാശ്യം. അപ്പം എറിക്സന്റെ ഘട്ടങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫുള്ളായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. 362 താഴെ പറയുന്ന സാമൂഹ്യ ജ്ഞാന നിർമ്മാതാവായി അറിയപ്പെടുന്നത് ബ്രൂണറാണ്. ബ്രൂണറാണ്. പിയാഷെ, ബ്രൂണർ, സ്കിന്നർ, ലെവിനാണ്. അപ്പം അതിൽ വൈഗോട്സ്കി ഉണ്ടെങ്കിൽ വൈഗോട്സ്കി ആയിരിക്കും കേട്ടോ. ഇനി 363 ബുദ്ധി പരീക്ഷയിൽ ഡേഷിൽ താഴെ സ്കോർ ലഭിക്കുന്നതാണ് ബുദ്ധി വൈകല്യമുള്ളവർ. ബുദ്ധിമാന്ദ്യമുള്ളവരായിട്ട് നിർവചിക്കപ്പെടുന്നത് 70. ഇനി 364 താഴെ പറയുന്നതിൽ തെറ്റായ ജോഡി ഏതെന്നാണ്. അപ്പം അതിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും പാവ്ലോവാണ്. ഓപ്പറൻ്റ് കണ്ടീഷനിങ് ആണെങ്കിൽ സ്കിന്നർ തന്നെയാണ്. ആശയപഠനം ബ്രൂണറാണ്. നിരീക്ഷണ പഠനം ആരാണ്? അത് നിരീക്ഷണ പഠനം ആരുടേതാണ്? ആൽബർട്ട് ബന്ദൂരയുടേതാണ് നിരീക്ഷണ പഠനം. ബോബോപാവ പരീക്ഷണമൊക്കെ അത് അതിൽ വരുന്നതാണ്. തോണ്ടേക്കിൻ്റെ ഏതാണ്? ശ്രമപരാജയ സിദ്ധാന്തമാണ്. 365 താഴെ പറയുന്നവയിൽ മന്ദപഠിതാക്കളുടെ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണെന്നാണ്. അപ്പം താഴെ പറയുന്നവയിൽ മന്ദപഠിതാക്കളുടെ അതിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുക എന്നതാണ്. ഇതിലുള്ള ബാക്കി ഓപ്ഷൻസ് കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോകാം. പ്രയാസങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന് വേണ്ടി കഠിന പ്രവർത്തികൾ നൽകുക, ദീർഘമായ ഏകാഗ്രതയും പരിശ്രമവും അവർക്ക് വേണ്ടി വരുന്ന പ്രവർത്തികൾ ചെയ്യുക, അവർക്ക് കൂടുതൽ ഗൃഹപാഠം നൽകുക. അതൊക്കെ തെറ്റാണ്. അപ്പോൾ അതിൽ വരുന്നത് അവർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ മാത്രം നൽകുക.
ഇനി 366 വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠന രീതിയെ സംബന്ധിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏതെന്നാണ്. അതിൽ എ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. കുട്ടികൾക്ക് അഭിപ്രായം പറയുവാനും ചെറു ഗ്രൂപ്പുകളിൽ കൂടിയിരുന്ന് ആലോചിക്കുവാനും പ്രവർത്തിക്കുവാനും ടീച്ചർ അവസരം നൽകുന്നു. 367 അഭിപ്രേരണയുമായി ബന്ധപ്പെടുത്തി സാമൂഹികമായ അംഗീകാരം, അധികാരത്തോടെയുള്ള ആഗ്രഹം, നേടാനുള്ള ആഗ്രഹം എന്നിവ മുന്നോട്ട് വെച്ചത് മെക്ലൻഡ് ആണ് കേട്ടോ. നേടാനുള്ള ആഗ്രഹം മുന്നോട്ട് വെച്ചത് മെക്ലൻഡ് ആണ്. 368 പരീക്ഷയിൽ പരാജയപ്പെട്ട അരുൺ ചോദ്യപേപ്പറിനെ കുറിച്ച് പരാതിപ്പെടുന്നു. താഴെ പറയുന്നവയിൽ ഏത് പ്രതിരോധ തന്ത്രമാണ് ഇവിടെ പ്രയോഗിക്കുന്നത്? അത് പ്രക്ഷേപണമാണ്. 369 ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം ഏത്? പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് റെഗുലർ കുട്ടികളോടൊപ്പം റെഗുലർ വിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസം നൽകുന്ന സമീപനമാണ് ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം. 370 യാദൃശ്ചിക വിദ്യാഭ്യാസ ഏജൻസിയാണ് കുടുംബം, സമൂഹം, സമവയസ്ക സംഘം. ഇതൊക്കെ യാദൃശ്ചിക വിദ്യാഭ്യാസ ഏജൻസികളാണ്. ഇനി 371 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ 2001 നിലവിൽ വന്ന പദ്ധതിയാണ് സർവശിക്ഷ അഭിയാൻ. 372 അറിവിനൊത്ത് പ്രവർത്തിക്കുന്ന മനുഷ്യൻ്റെ പ്രജ്ഞാശക്തി കാണാനാകുന്ന വിദ്യാഭ്യാസ ദർശനമാണ് യാഥാർത്ഥ്യവാദം. 373 ക്ലാസിക്കൽ ലിബറലിസത്തിൻ്റെ പിതാവ് ജോൺ ലോക്കാണ്. ക്ലാസിക്കൽ ലിബറലിസം ജോൺ ലോക്ക്. ലിബറലിസം ലോക്കാണ്. ഇനി 374 തൊഴിൽ രംഗത്തുണ്ടാകുന്ന അലസത, സംഘർഷങ്ങൾ തുടങ്ങിയ ശാസ്ത്രീയമായ അപഗ്രഥിച്ച് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് വ്യാവസായിക മനഃശാസ്ത്രം. 375 നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായ പ്രതിഭാസങ്ങളാണ് പഠിപ്പിക്കേണ്ടത് എന്നഭിപ്രായപ്പെട്ട സമീപനമാണ് വ്യവഹാരിക സമീപനം. 376 ഒരു നിർദ്ദിഷ്ട സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന സ്വഭാവക്രമത്തെ പഠിക്കാൻ സഹായിക്കുന്ന പഠന രീതിയാണ് സർവേ രീതി. 377 എറിക്സന്റെ മനോസാമൂഹിക വികാസ ഘട്ടങ്ങളിൽ ആദ്യത്തേതാണ് പ്രാഥമിക വിശ്വാസം, അവിശ്വാസം. 378 കുട്ടികൾ സ്കൂളിലെ പല സാധനങ്ങളും നശിപ്പിക്കുന്നതിനുള്ള കാരണം ആദേശിക കോപമാണ്. 379 പാവ്ലോവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണ് പൗരാണിക അനുബന്ധന സിദ്ധാന്തം. 380 കേൾവിയിലൂടെ ലഭിക്കുന്ന സംവേദങ്ങൾ ഓർമ്മകളായി മാറുന്നത് ഓഡിറ്ററി മെമ്മറിയാണ്. 381 ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സിൻ്റെ സൃഷ്ടിയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ കേട്ടോ. ആരോഗ്യമുള്ള ശരീരത്തിൽ അപ്പോൾ അരിസ്റ്റോട്ടിലാണ്. ആരോഗ്യമായിട്ട് ബന്ധമുണ്ടല്ലോ. ഇനി വ്യക്തികളുടെ സാമൂഹിക കാഴ്ചപ്പാടുകൾ, സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ, സാമൂഹിക വ്യവഹാരങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് പഠനം നടത്തുന്ന മനഃശാസ്ത്ര ശാഖയാണ് സാമൂഹിക മനഃശാസ്ത്രം. മനോവിശ്ലേഷണ സമീപനത്തിൻ്റെ ഉപജ്ഞാതാവ് ഫ്രോയിഡ്. കേസ് സ്റ്റഡി എന്നറിയപ്പെടുന്ന മനഃശാസ്ത്ര പഠന രീതിയാണ് ചികിത്സാ രീതി. 385 പരിവർത്തനത്തിൻ്റെ കാലം എന്നറിയപ്പെടുന്നത് കൗമാരമാണ്. രോഗം, താല്പര്യമില്ലായ്മ തുടങ്ങി വിവിധ പ്രശ്നങ്ങൾ കാരണം പഠന പുരോഗതിയിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നതാണ് സ്പട്സ് ആണ്. രോഗം, താല്പര്യമില്ലായ്മ തുടങ്ങി വിവിധ പ്രശ്നങ്ങൾ കാരണം പഠന പുരോഗതി ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നത് സ്പട്സ്. അസ്വസ്ഥജനകമായിട്ടുള്ള ഒരു ചോദകം കുറേ നേരത്തേക്ക് തടഞ്ഞു വെക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുന്നത് മൂലം ഒരു പ്രതികരണം ആവർത്തിക്കാൻ സഹായമാകുന്നതാണ് ഋണപ്രബലനം. അസ്വസ്ഥജനകമായിട്ടുള്ള ഒരു ചോദകം കുറേ സമയത്തേക്ക് തടഞ്ഞു വെക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുന്നതിനുള്ള ഒരു പ്രതികരണം ആവർത്തിക്കാൻ സഹായകമാകുന്നതാണ് ഋണപ്രബലനം. 388 പഠിക്കുന്ന സമയത്ത് തന്നെ തുടരെ വായിച്ച് പരിശീലിപ്പിക്കുന്ന രീതിയാണ് സ്ഥൂല പരിശീലനം. പൗരാണിക അനുബന്ധന സിദ്ധാന്തം ആവിഷ്കരിച്ചത് പാവ്ലോവാണ്. ഒരു കൂട്ടം പദങ്ങളിൽ ഓരോന്നിൻ്റെയും ആദ്യാക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് കൃത്രിമമായ ഒരു പദം നിർമ്മിക്കുന്ന രീതിയാണ് അക്രോണിംസ് എന്ന് പറയുന്നത്. ഒരു കൂട്ടം പദങ്ങളിൽ ഓരോന്നിൻ്റെയും ആദ്യ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് കൃത്രിമമായ ഒരു പദം നിർമ്മിക്കുന്ന രീതിയാണ് അക്രോണിംസ്. 391 വ്യക്തികളിൽ കാണപ്പെടുന്ന ശാരീരിക ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ എന്നിവയുടെ ഉറവിടമാണ് ഇത്. മെൻ്റലിൻ്റെ പാരമ്പര്യ നിയമത്തിനനുസരിച്ച് ശിശുക്കൾ അഗ്രനിലവാരത്തിൽ നിന്നും ശരാശരി നിലവാരം കാണിക്കുന്ന പ്രവണതയാണ് പ്രത്യാവർത്തന നിയമമാണ്. മെൻ്റലിൻ്റെ പാരമ്പര്യ നിയമത്തിനനുസരിച്ച് ശിശുക്കൾ അഗ്രനിലവാരത്തിൽ നിന്നും ശരാശരി നിലവാരം കാണിക്കുന്ന പ്രവണതയാണ് പ്രത്യാവർത്തന നിയമം. ഒരു വ്യക്തി പരിസ്ഥിതിയുമായോ ജീവിത സാഹചര്യങ്ങളുമായോ ഇണങ്ങിച്ചേരാത്തതാണ് അപസമായോജനം. ബുദ്ധിയുമായി ബന്ധപ്പെട്ട ദ്വിഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് സ്പിയർമാൻ ആണ്. ക്രിയാത്മകതയും ഉൾക്കാഴ്ചയും ആവശ്യമുള്ള പ്രശ്നങ്ങൾ സ്വതന്ത്രമായി
കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കുന്നതാണ് എക്സ്പീരിയൻ്റൽ ഇൻ്റലിജൻസ്. 396 മാനസിക വയസ്സ് കാലിക വയസ്സിനേക്കാൾ കൂടുമ്പോൾ ബുദ്ധിമാപനം കൂടുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സർഗാത്മകതയുമായി നേരിട്ട് ബന്ധമില്ലാത്തത് ഏത്? ഏകമുഖ ചിന്തയാണ് സർഗാത്മകതയുമായിട്ട് ബന്ധമില്ലാത്തത്. വാചാലത, അഴവുള്ള പ്രകൃതം, മൗലികത, വ്യതിരിക്ത ചിന്ത, ആശയസ്പഷ്ടത, പുതുമ, നവീനം ഇതൊക്കെ സർഗാത്മകതയിൽ വരുന്നതാണ്. എന്നാൽ ഏകമുഖ ചിന്ത മാത്രമാണ് അതിൽ പെടാത്തത്. 398 താഴെ പറയുന്നവയിൽ സംവേദന നിയമം അല്ലാത്തത് ഏത് എന്നാണ്? അത് വിവേചനമാണ്. സംവേദന നിയമം അല്ലാത്തത് വിവേചനമാണ്. 399 താഴെ പറയുന്നവയിൽ പ്രാഥമിക പ്രബലനം അല്ലാത്തത്. ഒരു കുട്ടിയെ പ്രശംസിക്കുന്നതാണ് പ്രാഥമിക പ്രബലനം അല്ലാത്തത്. ഒരു കുട്ടിയെ പ്രശംസിക്കുന്നത്, ഒരു പട്ടിയെ തലോടുന്നത്, ഒരു ഗ്ലാസ് വെള്ളം നൽകുന്നത്, ഒരു മിഠായി നൽകുന്നതൊക്കെ പ്രാഥമിക പ്രബലനങ്ങളാണ്. എന്നാൽ പ്രശംസിക്കുകയാണെങ്കിൽ അത് പ്രാഥമിക പ്രബലനമല്ല. 400 മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് അനീഷ് വായന തുടങ്ങിയത്. എന്നാൽ പിന്നീട് വായനയെ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി വ്യക്തിത്വവുമായി ബന്ധപ്പെടുത്തി. അത് ഏതിനുള്ള ഉദാഹരണമാണ്? ഫങ്ഷണൽ ആട്ടോണമി. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിലെടുക്കുന്നത്. അടുത്തത് നമുക്ക് നാളത്തെ ക്ലാസ്സിലെടുക്കാം. താങ്ക് യു.